നമുക്ക് ഇനി കുറച്ച് മനസ്സിന് കുളിർമയൊക്കെ നൽകുന്ന കാഴ്ചകൾ കാണാം. സംഗതി സൂപ്പറാ. ഇന്നത്തെ സംഗതി സൂപ്പറായിൽ എന്താ സംഭവം എന്ന് ചോദിച്ചാല്, സ്വാഭാവിക വനമില്ലാത്ത ഒരു ജില്ല ഏതാ? അത് ആലപ്പുഴയാണ് അല്ലേ. പക്ഷേ ആലപ്പുഴ ജില്ല ആ വിശേഷണത്തെ അങ്ങ് തിരുത്താൻ പോവാണ്. അവിടെ വനശോഭ തീർക്കുകയാണ് ഒരു കുടുംബം. 3 തലമുറകളിലൂടെ ഇവർ വളർത്തിയെടുത്തത് 5 ഏക്കറിലായി പരന്നു കിടക്കുന്ന സസ്യ ജൈവ സമ്പത്താണ്. തേക്കും മഹാഗണിയും പൈൻമരങ്ങളും അപൂർവ ഇനം പക്ഷികളും ഒക്കെയായി കായംകുളത്തെ ചൊരിമണലിൽ തീർത്ത വനഭൂമിക്ക് തപോവനം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പ്രധാന റോഡിൽ നിന്നും പുതിയവിള കൊല്ലകൽ ദേവകിയമ്മയുടെ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ വലിയ ഒരു കാട്ടിലേക്കാണെന്ന് തോന്നിപ്പോകും. പേരറിയുന്നതും അറിയാത്തതുമായ നിരവധി സസ്യങ്ങൾ, ഒരു തൈയിൽ നിന്നും തുടങ്ങി അപൂർവ വൃക്ഷങ്ങളുടെ കേദാരമായി മാറിയ ഇടം. സത്യം പറയണമെങ്കിൽ ഞങ്ങളെ വെച്ചാരാധന തന്നെ എന്നെ ഒന്ന് ഉത്ബോധിപ്പിച്ചു. നീ ഇങ്ങനെ അങ്ങിരുന്ന് പോത്തില്ലയോ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യരുത് നിനക്കെന്ന്. ആ ഒരു മനസ്ഥിതി അവർ തന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഈ കുര്യാൻ്റെ അടുത്ത് ഞാൻ ആദ്യം വെക്കാൻ തുടങ്ങിയത്. ഞാൻ വെച്ചു, നമ്മളൊരു സാധനം വെച്ചു, അത് പിടിച്ചു എന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ വന്നു. അപ്പോൾ പിള്ളേർ കൊണ്ടു തന്നു, ഇടയ്ക്ക് നാട്ടുകാരും കൊണ്ടു തന്നു. അത് വെച്ച് വനമാവണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല, പക്ഷേ അതങ്ങ് വനമായിട്ട് മാറി. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് വനമില്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റിനെ കൈനട്ട് നനച്ച് വളർത്തി ഒരു വനം ഉണ്ടാക്കിയെന്നുള്ള ഒരു പേര് എനിക്ക് കിട്ടി. പരിസ്ഥിതി സംരക്ഷണമെന്ന ആശയം അതിന്റെ ആഴത്തിലും വ്യാപ്തിയിലും ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ വേരുപിടിച്ചവയാണ് തപോവനത്തിലെ ഓരോ മരവും. ബയോഡൈവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ ഓരോന്നും കൂടുതൽ നട്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഇത് ബയോഡൈവേഴ്സിറ്റി കൂട്ടണം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ചിലതിൻ്റെ ഇല, പൂവ്, കായ്, ചിലതിൻ്റെ ആ തടി കാണാനുള്ള ഒരു ഭംഗി, മരത്തിൻ്റെ ഒരു ഷേപ്പ് കാണാം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണമല്ലോ. അത് ഞങ്ങൾക്ക് എന്തോ കുടുംബപരമായിട്ടുള്ള ഒരു കിട്ടിയേക്കുന്ന ഒരു ഗുണമായിരിക്കാം. സ്വാഭാവിക വനത്തിനുള്ളിലെ ആവാസവ്യവസ്ഥ തന്നെയാണ് ഇവിടെയും. മണ്ണിൽ ഈർപ്പം നിലനിർത്താനും മഴവെള്ളം സംഭരിക്കാനുമായുള്ള കുളങ്ങളും ഇവിടെ സംരക്ഷിക്കുന്നു. സോൾട്ട് കണ്ടന്റ് ഉള്ള ഒരു മണ്ണാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ കായൽ, കടൽ. അപ്പോൾ ഇവിടെ പൊതുവെ എല്ലാവരും പറഞ്ഞു അങ്ങനത്തെ അത്രയും വലിയൊരു ജൈവ വൈവിധ്യം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 40 വർഷത്തിനിപ്പുറം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെയധികം റെയർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടിട്ടില്ലാത്ത ഔഷധ സസ്യങ്ങളും അല്ലാത്ത വള്ളികളാകട്ടെ വലിയ മരങ്ങളാകട്ടെ എല്ലാം ഈ മണ്ണിൽ വളർന്നു ഒരു വലിയ മാതൃകയായി. മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്നു മാത്രമല്ല, അവ വെട്ടിയൊതുക്കേണ്ടതിന്റെ ആവശ്യകതയും ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. ഈ മരം വെട്ടിയെന്നിരിക്കട്ടെ, ഇതിന്റെ ഡ്രൈ വെയിറ്റിൽ 50% കാർബണാണ്. അപ്പോൾ ഈ വെട്ടിയ മരത്തിലും ആ കാർബൺ നിൽക്കുക. നമ്മൾ ഇതിനെ തീയിട്ട് പോയാൽ അല്ലെങ്കിൽ അത് ദ്രവിക്കുമ്പം അത് സ്റ്റോർ ചെയ്തേക്കുന്ന കാർബൺ വെളിയിലോട്ട് പോകുന്നു. പക്ഷെ അത് ദ്രവിക്കുന്നത് വരെ അത് കാർബൺ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ തടി എടുത്തിട്ട് ഞങ്ങളൊരു ഫർണിച്ചർ ഉണ്ടാക്കുക. ആ ഫർണിച്ചറിലും കാർബൺ സ്റ്റോർ ചെയ്തേക്കുക. അപ്പം ഞാൻ കാരണം പുറത്തു പോകുന്ന ഹരിതഗ്രഹവാതകങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് തടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. പേരറിയാത്ത മരത്തിനെ ബുദ്ധൻ എന്ന് വിളിച്ചും ലഭിക്കുന്ന മരത്തൈകൾ ഇപ്പോഴും പഴയ കൗതുകത്തോടെ വെച്ചുപിടിപ്പിച്ചും ടീച്ചറും കുടുംബവും പ്രകൃതിയെ നെഞ്ചിലേറ്റുകയാണ്. കടൽമണ്ണാൽ നിറഞ്ഞു കിടന്ന ഒരു പുരയിടത്തിനെയാണ് കഴിഞ്ഞ 40 വർഷം കൊണ്ട് വനഭൂമിയാക്കി തീർത്തതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ പാടായിരിക്കും. സസ്യങ്ങളെയും ജൈവ വൈവിധ്യങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കായംകുളത്തിനടുത്തുള്ള തപോവനത്തിലേക്ക് എത്താം. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.